വെൽക്കം ടു ഹിന്ദു എഡിറ്റോറിയൽ ഇൻ ക്യാപ്സൂൾ. ഇംഗ്ലീഷ് ഇൻ ക്യാപ്സൂൾ എന്ന വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ പ്രസന്റ് ടെൻസും അതിന്റെ 4 വകഭേദങ്ങളെയും കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഈ വീഡിയോയിൽ പാസ്റ്റ് ടെൻസും അതിന്റെ 4 വകഭേദങ്ങളെയും കുറിച്ചാണ് പഠിക്കുന്നത്. പാസ്റ്റ് ടെൻസിന്റെ ഈ 4 വകഭേദങ്ങൾ എവിടെ ഏതൊക്കെ സാഹചര്യങ്ങൾ ഉപയോഗിക്കണം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇതൊരു ഗ്രാമർ ക്ലാസ് അല്ല. ഇതിൽ ഗ്രാമർ കാര്യങ്ങൾ അധികമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാസ്റ്റ് ടെൻസും അതിൻ്റെ 4 വകഭേദങ്ങളും അത് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ. പാസ്റ്റ് ടെൻസിന് 4 വകഭേദങ്ങളാണ് ഉള്ളത്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആദ്യം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. ഓർക്കാൻ എളുപ്പത്തിന് എല്ലാ ടെൻസിലും ഒരേ ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്. രാമ കിൽഡ് എ സ്നേക്ക്. രാമൻ ഒരു പാമ്പിനെ കൊന്നു. രാമ ആൻഡ് രാജു കിൽഡ് എ സ്നേക്ക്. രാമനും രാജുവും കൂടി ഒരു പാമ്പിനെ കൊന്നു. ഐ കിൽഡ് എ സ്നേക്ക്. ഞാൻ ഒരു പാമ്പിനെ കൊന്നു. ഇവിടെ കൊന്നു എന്നുള്ളതാണ് കീവേഡ്. ഉന്നു എന്ന് ഭൂതകാലത്തിൽ അവസാനിക്കുന്ന എല്ലാ പ്രയോഗങ്ങളും സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. ഇവിടെ ഓർക്കേണ്ടത് ഉന്നു എന്ന് വർത്തമാനകാലത്തിൽ അവസാനിച്ചാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. കൊല്ലുന്നു, കൊന്നു. തിന്നുന്നു, തിന്നു. നടക്കുന്നു, നടന്നു. പറക്കുന്നു, പറന്നു. കഴിഞ്ഞു പോയ ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചു. ഇന്ത്യ വൺ ദ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഇൻ 2011. ഇന്ത്യ 2011 വേൾഡ് കപ്പ് ക്രിക്കറ്റ് വിജയിച്ചു. ഇന്ത്യ ഗവൺമെൻറ് ബാൻഡ് ടിക്ടോക്ക്. ഇന്ത്യ ഗവൺമെൻറ് ടിക്ടോക്ക് നിരോധിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റും പ്രസൻറ്റ് പെർഫെക്റ്റും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അത് നമുക്ക് മാറ്റിയെടുക്കാം. ഐ ലോസ്റ്റ് മൈ കീസ്. എൻ്റെ താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടു. ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ്. എൻ്റെ താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വാക്യങ്ങളിലെ മലയാള അർത്ഥം സൂക്ഷിച്ചു വായിക്കുക. ആദ്യത്തേതിൽ താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടു എന്നും രണ്ടാമത്തതിൽ താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ് എന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ വാക്യം സൂചിപ്പിക്കുന്നത് എനിക്ക് താക്കോൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും അതിന് ഇപ്പോഴും പ്രസക്തിയുണ്ട് എന്നുമാണ്. അതായത് പുതിയ താക്കോൽ ഉണ്ടാക്കണം എന്നോ റൂം തുറക്കാൻ പറ്റിയില്ലെന്നും ഒക്കെ ആകാം ആ ബന്ധം. I have lost my keys, so I need to find a solution. ഇനി I lost my keys എന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ വാക്യം സൂചിപ്പിക്കുന്നത് എൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു എന്നാണ്. വർത്തമാനകാലത്തിൽ അതിന് പ്രസക്തിയില്ല. I lost my keys yesterday, so I stayed with my friend. മേൽപ്പറഞ്ഞവയൊക്കെ കർത്താവിന് പ്രാധാന്യമുള്ള ആക്റ്റീവ് വോയിസിലെ ഉദാഹരണങ്ങൾ ആണ്. ഇനി നമുക്ക് പാസീവ് വോയിസ് അല്ലെങ്കിൽ കർമ്മണി പ്രയോഗങ്ങൾ നോക്കാം. എ സ്നേക്ക് വാസ് കിൽഡ് ബൈ രാമ. ഒരു പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. 2 സ്നേക്സ് വേർ കിൽഡ് ബൈ രാമ. 2 പാമ്പുകൾ രാമനാൽ കൊല്ലപ്പെട്ടു. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ കർമ്മണി പ്രയോഗം അല്ലെങ്കിൽ പാസീവ് വോയിസിലെ കീവേഡ് കൊല്ലപ്പെട്ടു എന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ കീ സെൻറ്റൻസ് രാമ കിൽഡ് എ സ്നേക്ക്. രാമൻ ഒരു പാമ്പിനെ കൊന്നു. ഇവിടുത്തെ കീ വേഡ് കൊന്നു എന്നതാണ്. അടുത്തതായി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. ഭൂതകാലത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഉദാഹരണം തന്നെ നോക്കാം.
രാമ കിൽഡ് എ സ്നേക്ക്. രാമൻ ഒരു പാമ്പിനെ കൊന്നു. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ രാമ വാസ് കില്ലിങ് എ സ്നേക്ക്. രാമൻ ഒരു പാമ്പിനെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നായി മാറും. അതായത് ഇന്നലെ നിങ്ങൾ രാമൻ്റെ വീട്ടിൽ പോയപ്പോൾ രാമൻ ഒരു പാമ്പിനെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ കീ വേഡ് കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അതായത് ഭൂതകാലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു പ്രവൃത്തിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രാമ വാസ് കില്ലിങ് എ സ്നേക്ക്. രാമൻ ഒരു പാമ്പിനെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രാമ ആൻഡ് രാജു വേർ കില്ലിങ് എ സ്നേക്ക്. രാമനും രാജുവും കൂടി ഒരു പാമ്പിനെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് കില്ലിങ് എ സ്നേക്ക്. ഞാൻ ഒരു പാമ്പിനെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി മറ്റു ചില ഉദാഹരണങ്ങൾ നോക്കാം. ഹെൽത്ത് മിനിസ്റ്റർ വാസ് ഡിസ്കസിംഗ് വിത്ത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്. ആരോഗ്യമന്ത്രി വിവിധ വകുപ്പ് തലവന്മാരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഇന്നലെ മന്ത്രിയുടെ ഓഫീസിൽ പോയെന്ന് വിചാരിക്കുക. മന്ത്രിയെ കാണാൻ പറ്റാതെ നിങ്ങൾ തിരിച്ചു വന്നു. ഇന്ന് രാവിലെ നിങ്ങളോട് ഒരു സുഹൃത്ത് ചോദിക്കുകയാണ്, ഇന്നലെ മന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് എന്തായി? അപ്പോൾ നിങ്ങൾ പറഞ്ഞ മറുപടിയാണ്, ഐ കുഡിൻറ്റ് മീറ്റ് ഹെർ ബിക്കോസ് ഹെൽത്ത് മിനിസ്റ്റർ വാസ് ടോക്കിംഗ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വെൻ ഐ റീച്ച്ഡ് ദർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ മന്ത്രിയുടെ ഓഫീസിൽ എത്തിയപ്പോൾ ആരോഗ്യമന്ത്രി വിവിധ വകുപ്പുകളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്കവരെ കാണാൻ സാധിച്ചിട്ടില്ല. മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിൽ വെൻ ഐ റീച്ച്ഡ് ദർ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ അവിടെ എത്തിയപ്പോൾ എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ഹെൽത്ത് മിനിസ്റ്റർ വാസ് ടോക്കിംഗ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ നീ എന്താണ് ഫോൺ എടുക്കാതിരുന്നത് എന്നൊരു സുഹൃത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മറുപടി പറയുന്നത്, സോറി, ഐ വാസ് വാച്ചിങ് എ ഫിലിം ഇൻ എ തിയേറ്റർ വെൻ യു കോൾഡ് മീ യെസ്റ്റർഡേ. നീ ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ തിയേറ്ററിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തത് എന്നാണ് അർത്ഥം. ശ്രദ്ധിക്കുക, ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന എല്ലാ സന്ദർഭങ്ങളിലും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. മേൽപ്പറഞ്ഞവയൊക്കെ തന്നെ കർത്താവിന് പ്രാധാന്യമുള്ള ആക്റ്റീവ് വോയിസിന് ഉദാഹരണങ്ങളാണ്. ഇനി പാസീവ് വോയിസ് അല്ലെങ്കിൽ കർമ്മണി പ്രയോഗം നോക്കാം. എ സ്നേക്ക് വാസ് ബീയിങ് കിൽഡ് ബൈ രാമ. ഒരു പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ടു സ്നേക്സ് വേർ ബീയിങ് കിൽഡ് ബൈ രാമ. രണ്ട് പാമ്പുകൾ രാമനാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടത്തെ കീ വേഡ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ഇതൊക്കെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പ്രയോഗങ്ങൾ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കീ സെൻറ്റൻസ് രാമ വാസ് കില്ലിങ് എ സ്നേക്ക്. രാമൻ ഒരു പാമ്പിനെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ കീ വേഡ് കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അടുത്തതായി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് കടക്കാം. പൂർണ്ണതയിൽ എത്തിയ ഒരു ഭൂതകാല സംഭവം പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു സംഭവം അത് നടന്നിട്ട് ഒരുപാട് നാളുകളായി എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതിനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. രാമ ഹാഡ് കിൽഡ് എ സ്നേക്ക്. രാമൻ ഒരു പാമ്പിനെ കൊന്നിട്ടുണ്ടായിരുന്നു. രാമ ആൻഡ് രാജു ഹാഡ് കിൽഡ് എ സ്നേക്ക്. രാമനും രാജുവും കൂടി ഒരു പാമ്പിനെ കൊന്നിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് കിൽഡ് എ സ്നേക്ക്. ഞാൻ ഒരു പാമ്പിനെ കൊന്നിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, ഇവിടുത്തെ കീ വേഡ് കൊന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. അതായത് രാമൻ ഒരു പാമ്പിനെ പണ്ടെപ്പോഴോ കൊന്നിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുമായി വീട്ടിലേക്ക് ചെല്ലുന്നു.
അപ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ പതുക്കെ മാറ്റി നിർത്തി ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂടെ വന്ന സുഹൃത്ത് മുൻപ് ഏതോ ഒരു പ്രശ്നത്തിൽ പെട്ടതല്ലേ? അപ്പോൾ നിങ്ങൾ പറയുന്ന മറുപടി, യെസ്, ഹി ഹാഡ് കിൽഡ് 2 people 15 years back. നൗ ഹീ ഈസ് എ ജെന്യൂൻ പേഴ്സൺ. അതെ, അവൻ 15 വർഷം മുമ്പ് 2 പേരെ കൊന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നർത്ഥം. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. നമ്മൾ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയെന്ന് വിചാരിക്കുക. ഇത് അവൻ്റെ 2ാമത്തെ വിവാഹമാണ്. ഇത് നമ്മൾ ഒരു സുഹൃത്തിനോട് പറയുന്നത് എങ്ങനെയായിരിക്കും? എടാ, ഇവൻ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവൻ്റെ 2ാമത്തെ കല്യാണമാണ്. ഹി ഹാഡ് മാരീഡ് ഏർലിയർ. ദിസ് ഈസ് ഹിസ് സെക്കൻഡ് മാരേജ്. മുൻപ് എപ്പോഴോ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ദിസ് മാൻ മാരീഡ് ഏർലിയർ എന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ ഇയാൾ കല്യാണം കഴിച്ചു എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. മറ്റൊരു ഉദാഹരണം നോക്കാം. ദ ടൈഗർ ഹാഡ് അറ്റാക്ക്ഡ് എ കൗ. ഈ കടുവ ഒരു പശുവിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. മുകളിൽ പറഞ്ഞതൊക്കെ ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ കർത്തരി പ്രയോഗത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി പാസീവ് വോയിസ് അല്ലെങ്കിൽ കർമ്മണി പ്രയോഗത്തിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. എ സ്നേക്ക് ഹാഡ് ബീൻ കിൽഡ് ബൈ രാമ. ഒരു പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2 snakes ഹാഡ് ബീൻ കിൽഡ് ബൈ രാമ. 2 പാമ്പുകൾ രാമനാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടുത്തെ കീവേഡ് ശ്രദ്ധിക്കുക, കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും തമ്മിലുള്ള ബന്ധം ഒരു താക്കോലിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് രസകരമായി പരിശോധിക്കാം. ഒരു താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നമുക്ക് മേൽപ്പറഞ്ഞ 3 ടെൻസിലും പറയാം. രാമ ഹാസ് ലോസ്റ്റ് ഹിസ് കീ. രാമ ലോസ്റ്റ് ഹിസ് കീസ്. രാമ ഹാഡ് ലോസ്റ്റ് ഹിസ് കീസ്. ഇവ 3ൻ്റെയും അർത്ഥവ്യത്യാസം നോക്കാം. ഇതിൽ ആദ്യത്തേത് രാമ ഹാസ് ലോസ്റ്റ് ഹിസ് കീസ് എന്നതിന് വർത്തമാനകാലവുമായി ഒരു ബന്ധമുണ്ട്. അതായത് താക്കോൽ നഷ്ടപ്പെട്ടത് മൂലം ഉണ്ടായ പ്രശ്നത്തിന് ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല, ഇനി ഒരു പരിഹാരം കണ്ടെത്തണം എന്നൊക്കെയാണ് അർത്ഥം. ഇനി 2ാമത്തെ സെൻറ്റൻസ് നോക്കാം. രാമ ലോസ്റ്റ് ഹിസ് കീസ്. രാമൻ്റെ താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടു. സമീപകാലത്ത് രാമൻ്റെ താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടു എങ്കിലും മറ്റൊരു താക്കോൽ വാങ്ങിച്ചോ വാതിൽ കുത്തിപ്പൊളിച്ചോ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടു എന്നാണ് ഇവിടെ അർത്ഥം. വർത്തമാനകാലവുമായി പ്രത്യക്ഷത്തിൽ ഇതിന് ഒരു ബന്ധവുമില്ല. 3ാമത്തെ സെൻറ്റൻസ് നോക്കാം. രാമ ഹാഡ് ലോസ്റ്റ് ഹിസ് കീസ്. രാമൻ്റെ താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നു പറഞ്ഞാൽ പണ്ട് എപ്പോഴോ താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. താക്കോൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായപ്പോൾ നമ്മൾ ഓർക്കുകയാണ് പണ്ടും ഇതുപോലെ താക്കോൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന്. ഈ 3 ടെൻസുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലായി കാണുമല്ലോ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ഇവിടുത്തെ കീ സെൻറ്റൻസ് രാമ ഹാഡ് കിൽഡ് എ സ്നേക്ക്. രാമൻ ഒരു പാമ്പിനെ കൊന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കീ വേർഡ് കൊന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. ദീർഘനേരം ഭൂതകാലത്തിൽ തുടർന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. രാമ ഹാഡ് ബീൻ കില്ലിങ് എ സ്നേക്ക്. രാമൻ ഒരു പാമ്പിനെ കൊന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. രാമ ആൻഡ് രാജു ഹാഡ് ബീൻ കില്ലിങ് എ സ്നേക്ക്. രാമനും രാജുവും കൂടി ഒരു പാമ്പിനെ കൊന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ കില്ലിങ് എ സ്നേക്ക്. ഞാൻ ഒരു പാമ്പിനെ കൊന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു.
ഇവിടുത്തെ കീവേഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, കൊന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ്. ഇനി ഒരു ഉദാഹരണം നോക്കാം. ലാസ്റ്റ് ഇയർ ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ഫോർ സെവറൽ ഡേയ്സ് വിച്ച് പേവ്ഡ് ദ വേ ഫോർ ദ ഗ്രേറ്റ് ഫ്ലഡ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് പ്രളയം ഉണ്ടായത്. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ഒരു കല്യാണത്തിന് പോകുന്നു എന്ന് കരുതുക. കല്യാണം കഴിഞ്ഞ് വധു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കരയുകയാണ്. അത് കണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറയും, നീയും കല്യാണം കഴിഞ്ഞ് അവിടുന്ന് നമ്മുടെ വീട്ടിലെത്തുന്നവരെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഓർമ്മയുണ്ടോ നിനക്ക്? ഡോണ്ട് യു റിമെമ്പർ ദാറ്റ് യു ടു ഹാഡ് ബീൻ വീപ്പിംഗ് ടിൽ വി റീച്ച്ഡ് അവർ ഹോം ആഫ്റ്റർ അവർ മാരേജ്. ഇവിടെ ഹാഡ് ബീൻ വീപ്പിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു, അവിടുന്ന് നിങ്ങളുടെ വീട്ടിലെത്തുന്നത് വരെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഹാഡ് ബീൻ വീപ്പിംഗ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം. ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. സച്ചിൻ ഹാഡ് ബീൻ പ്ലേയിങ് ഫോർ ഇന്ത്യ സിൻസ് 1989 to 2013. സച്ചിൻ ഇന്ത്യക്ക് വേണ്ടി 1989 മുതൽ 2013 വരെ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നർത്ഥം. എന്നാൽ സച്ചിൻ വാസ് പ്ലേയിങ് യെസ്റ്റർഡേ, നമ്മൾ ഇന്നലെ സച്ചിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ സമയത്ത് സച്ചിൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം. ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ഒമാൻ ഡ്യൂറിങ് ഇറാഖ് വാർ. ഇറാഖ് യുദ്ധസമയത്ത് അദ്ദേഹം അവിടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. യുദ്ധസമയത്ത് എല്ലാവരും തിരിച്ചു വന്നപ്പോഴും അദ്ദേഹം അവിടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം. വേറൊരു ഉദാഹരണം നോക്കാം. ദ മിനിസ്റ്റർ വാസ് സ്കോൾഡിംഗ് ഹിസ് പേഴ്സണൽ സെക്രട്ടറി. നമ്മൾ ഇന്നലെ മന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നർത്ഥം. ദ മിനിസ്റ്റർ ഹാഡ് ബീൻ സ്കോൾഡിംഗ് ഹിസ് പേഴ്സണൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ ചീത്ത പറയൽ ഇന്നലെ കുറേ നേരം തുടർന്നിരുന്നു എന്നർത്ഥം. അതായത് ഭൂതകാലത്തിൽ ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരുന്ന സംഭവം പറയാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഭൂതകാലത്തിൽ ഒരു പ്രത്യേക സമയത്ത് കുറേ നേരം തുടർന്നുകൊണ്ടിരുന്ന ഒരു സംഭവം പറയാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഉപയോഗിക്കും. മൊയ്തീൻ ഹാഡ് ബീൻ ലവിങ് കാഞ്ചനമാല. മൊയ്തീൻ കാഞ്ചനമാലയെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ആക്റ്റീവ് വോയിസ് കർത്തരി പ്രയോഗത്തിൻ്റെ ഉദാഹരണങ്ങളാണ് മുൻപ് പറഞ്ഞതൊക്കെ. ഇനി നമുക്ക് പാസീവ് വോയിസ് അല്ലെങ്കിൽ കർമ്മണി പ്രയോഗം നോക്കാം. രാമ ഹാഡ് ബീൻ കില്ലിങ് എ സ്നേക്ക്. രാമൻ ഒരു പാമ്പിനെ കൊന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത് പാസീവ് വോയിസ് അല്ലെങ്കിൽ കർമ്മണി പ്രയോഗത്തിൽ പറയുമ്പോൾ എ സ്നേക്ക് ഹാഡ് ബീൻ ബീയിങ് കിൽഡ് ബൈ രാമ. ഒരു പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ടു സ്നേക്സ് ഹാഡ് ബീൻ ബീയിങ് കിൽഡ് ബൈ രാമ. രണ്ട് പാമ്പുകൾ രാമനാൽ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, പാസീവ് വോയിസ് അല്ലെങ്കിൽ കർമ്മണി പ്രയോഗത്തിലെ നമ്മുടെ കീവേഡ് കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കുക, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ കീ സെൻറ്റൻസ് രാമ ഹാഡ് ബീൻ കില്ലിങ് എ സ്നേക്ക്. രാമൻ ഒരു പാമ്പിനെ കൊന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇവിടുത്തെ കീവേഡ് കൊന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ്. പാസ്റ്റ് ടെൻസിൽ ഇതുവരെ പഠിച്ച എല്ലാ വകഭേദങ്ങളും നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സച്ചിൻ പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. സച്ചിൻ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ സച്ചിൻ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് യെസ്റ്റർഡേ.
സച്ചിൻ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. സച്ചിൻ ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ് ഫോർ ഇന്ത്യ. സച്ചിൻ ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുമ്പോൾ സച്ചിൻ ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ ഇന്ത്യ സിൻസ് 1989 to 2013. 1989 മുതൽ 2013 വരെ സച്ചിൻ ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നർത്ഥം. ഇപ്പോൾ നമ്മൾ 2 വീഡിയോയിലൂടെ പ്രസൻറ്റ് ടെൻസും അതിൻ്റെ 4 വകഭേദവും പാസ്റ്റ് ടെൻസും അതിൻ്റെ 4 വകഭേദങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചാർട്ട് അതുപോലെ വരച്ച് അതിൻ്റെ മലയാള അർത്ഥം കൃത്യമായി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടെൻസ് ഉപയോഗിക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾ മാറിപ്പോകില്ല. ഈ ചാർട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഓരോ ടെൻസിലും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രസൻറ്റ് ടെൻസിൻ്റെ ക്ലാസ്സുകൾ കാണാത്തവർ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോ കാണുക. ഫ്യൂച്ചർ ടെൻസും അതിൻ്റെ 4 വകഭേദങ്ങളെയും കുറിച്ചുള്ള ക്ലാസ് ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.